ദർശന പുണ്യത്തിന്റെ നിർവൃതി ഭക്തലക്ഷങ്ങൾക്ക് നുകർന്നു നൽകി ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം അവസാനിച്ചു. പന്തളം രാജപ്രതിനിധി ദർശനം പൂർത്തിയാക്കി പടിയിറങ്ങിയതോടെ ഹരിവരാസനം പാടി നടയടച്ചു. 52 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ഈ സീസണിൽ മല ചവിട്ടിയത്. ശരണമന്ത്രങ്ങൾ മുഴങ്ങി നിന്ന അന്തരീക്ഷം ഇനി വന്യതയുടെ നിശബ്ദതയിലേക്ക്. നെയ്യഭിഷേകത്തിന്റെ നൈർമല്യത്തിൽ ദർശനമരുളിയ കാനനവാസൻ യോഗനിദ്രയിലാണ്ടു. ആചാര ഐതിഹ്യ വിശ്വാസ പെരുമ നിറഞ്ഞ തീർത്ഥാടന നാളുകൾക്ക് അവസാനം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ പരിസമാപ്തി കുറിച്ച് ശബരിമല ക്ഷേത്രനട ഹരിവരാസനം പാടി അടച്ചു. രാവിലെ നട തുറന്ന ശേഷം തിരുവാഭരണങ്ങൾ പേടകങ്ങളിലാക്കി 18-ാം പടിയിറങ്ങി തിരികെ പന്തളത്തേക്ക് യാത്ര പുറപ്പെട്ടു. പന്തളം രാജപ്രതിനിധിക്കുള്ള ആചാരപരമായ ദർശന സമയമായിരുന്നു പിന്നീട്. അയ്യപ്പന്റെ പിതൃസ്ഥാനത്തുള്ള പന്തളം രാജാവും തന്റെ മകനും മാത്രമായി സംവദിക്കുന്ന നിമിഷങ്ങൾ. രാജപ്രതിനിധി ദർശനം നടത്തിയ ശേഷം മേൽശാന്തി അയ്യപ്പനെ ഭസ്മാഭിഷിക്തനാക്കി ഹരിവരാസനം പാടി നടയടച്ചു. ശ്രീകോവിൽ പൂട്ടി താക്കോൽക്കൂട്ടം രാജപ്രതിനിധിയെ മേൽശാന്തി ഏൽപ്പിച്ചു. ശേഷം 18-ാം പടിയിറങ്ങി രാജപ്രതിനിധി താഴെയെത്തി താക്കോൽക്കൂട്ടവും തുടർന്നുള്ള 1 വർഷത്തേക്കുള്ള പൂജാനുമതിയും മേൽശാന്തിക്ക് നൽകി മടങ്ങി. ഇന്നലെ രാത്രി മണിമണ്ഡപത്തിന് സമീപം ഗുരുതി ചടങ്ങുകൾ നടന്നതോടെ തീർത്ഥാടകർക്കുള്ള ദർശന സമയവും അവസാനിച്ചിരുന്നു. പരിഹാരക്രിയകളുടെ ഭാഗമായി എല്ലാ വർഷവും തീർത്ഥാടനത്തിന്റെ അവസാന നാളിൽ മണിമണ്ഡപത്തിന് സമീപം നടക്കുന്ന പ്രത്യേക ചടങ്ങാണ് ഗുരുതി പൂജ. വലിയ തീർത്ഥാടക പ്രവാഹമുണ്ടായ ദിവസങ്ങളായിരുന്നു ഈ വർഷം ശബരിമലയിൽ. 52 ലക്ഷത്തിലധികം തീർത്ഥാടകർ ദർശന പുണ്യം നുകർന്നു. ഭക്തജന പ്രവാഹത്തിലും പരാതികൾക്കിടയില്ലാതെ തീർത്ഥാടനകാലം പൂർത്തിയാക്കാനായതിന്റെ സംതൃപ്തിയിലാണ് ദേവസ്വം ബോർഡും അധികൃതരും. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം മാത്രം. ഇതുവരെയുള്ള ആ കാലഘട്ടം ഇവിടെ വന്ന ഭക്തജനങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് വളരെ സന്തോഷപ്രദമായിട്ടൊരു കാര്യമാണ്. ഒരാൾ പോലും ഒരു നിരാശയായിട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അവരെല്ലാം ചോദിച്ചവരൊക്കെ ദർശനം വളരെ സുഗമമായി നടന്നു. നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞ പോലെ ഏറ്റവും സുഗമമായിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം നമുക്ക് ദർശനം എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെയും പോലീസ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെയും കൃത്യമായ ഏകോപനത്തിലൂടെയും ആസൂത്രണത്തിലൂടെയുമാണ് ഇക്കുറി പരാതിരഹിത തീർത്ഥാടനം നടപ്പാക്കാൻ സാധിച്ചതെന്ന് ശബരിമലയുടെ ചുമതലയുള്ള ADM ഡോക്ടർ അരുണാസ് നായർ IAS പറഞ്ഞു. കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായിട്ട് നമുക്ക് ശബരിമലയുടെ തീർത്ഥാടന കാലത്തിൽ ഒട്ടനേകം പരാതികളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാരും അതുപോലെ തന്നെ വിവിധ വകുപ്പുകളും ഈ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വലിയ നിശ്ചയദാർഢ്യത്തിലായിരുന്നു ഇത്തവണ പരാതിരഹിതമായിട്ടുള്ള ഒരു തീർത്ഥാടന കാലം ഒരുക്കണമെന്നുള്ളത്. അപ്പോൾ അതിന് സംസ്ഥാന തലത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡിൻ്റെയും നേതൃത്വത്തിൽ വലിയ മുന്നൊരുക്കങ്ങളാണ് ഇത്തവണ നടത്തിയത്. ഒരു നല്ല ടീം വർക്ക് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. നിറഞ്ഞ സംതൃപ്തിയോടെ തന്നെയാണ് ശബരിമലയിലെത്തിയ മുഴുവൻ ഭക്തരും ദർശനം പൂർത്തിയാക്കി മലയിറങ്ങിയത്. ഒരു ജന്മത്തിന്റെ ദർശന പുണ്യം ഭക്തർക്ക് പകർന്നു നൽകി ശബരിമലയിൽ ഒരു തീർത്ഥാടന കാലം കൂടി പര്യവസാനിക്കുന്നു. വൃശ്ചികം തൊട്ടിങ്ങി മകരം വരെ സംതൃപ്തിയുടെ തീർത്ഥാടനം. കാനനമേട്ടിലെ പൊന്നമ്പലത്തിൽ ശ്രീ ശബരീശൻ ഇനി യോഗനിദ്രയിലേക്ക്. സന്നിധാനത്ത് നിന്നും അരുൺ ഹൂണികരൊപ്പം ഗോകുൽ രമേശ്, ന്യൂസ് മലയാളം.